ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോ ഈ കാണുന്ന 2 ബട്ടൺ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്തുകയും യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി ചെയ്യും. ഓപ്ഷൻ കാണാം. ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അപ്ലോഡ് ചെയ്ത മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പേജിന്റെ ഏറ്റവും താഴെയായിട്ട് യൂട്യൂബ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദ ഫോർ യു സെക്ഷൻ ഓൺലി വിസിബിൾ ടു യുവർ വ്യൂവേഴ്സ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വേഗത്തിൽ കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിലും YT സ്റ്റുഡിയോയിലും 2 സെറ്റിംഗ്സ് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ആ സെറ്റിംഗ്സ് എന്നും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ആ സെറ്റിംഗ്സ് ഓൺ ആക്കേണ്ടതെന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകാതെ ഡെഡായി തന്നെ കിടക്കും. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് അവരുടെ ചാനലിൽ ഡെഡായി കിടക്കുന്നു, വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണിച്ചപ്പോൾ ഞാൻ ആ സെറ്റിംഗ്സ് നോക്കിയ സമയത്ത് അവർ അങ്ങനെ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ കയറി കാണുക. പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൽ എൻഡ് സ്ക്രീൻ കൊടുക്കാമെന്നും ഐ ബട്ടൺ കൊടുക്കാമെന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്തവർ കാണുക. അപ്പോൾ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ എൻഡ് സ്ക്രീനോ ഐ ബട്ടണോ ഒക്കെ കൊടുത്തിരുന്നാൽ നമ്മുടെ പഴയ വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ കൂട്ടിയെടുക്കാം. ആ ഒരു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ്. നിങ്ങൾ കാണാത്തവര് അതൊക്കെ കയറി കാണുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന സെറ്റിംഗ്സ് നിങ്ങളുടെ ചാനലിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ അതുവഴി നമ്മുടെ ചാനൽ റീച്ച് ആക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യേണ്ടത് YT സ്റ്റുഡിയോയിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഇവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ സൈഡില് മുകളിലായി നമ്മുടെ ലോഗോ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അവിടെ മുകളിൽ സൈഡിലായി കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെയായി ഹോം ടാബ് എന്ന ഓപ്ഷൻ കാണാം. അതിന്റെ സൈഡിൽ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോം ടാബ് എന്ന പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോ ഈ കാണുന്ന 2 ബട്ടണും ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ സെറ്റിംഗ്സ് ഓൺ ആക്കുന്നതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്തുകയും യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി മറ്റുള്ള വ്യൂവേഴ്സിന്റെ ഹോം പേജിൽ നമ്മുടെ വീഡിയോ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബട്ടൺ ഓൺ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുവഴി നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ യൂട്യൂബ് ഹോം പേജിൽ നമ്മുടെ വീഡിയോ കാണിക്കില്ല. ഈ ഹോം ടാബ് ബട്ടനെയാണ് ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രൗസ് ഫീച്ചറിലൂടെ നമുക്ക് വ്യൂസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ നമ്മുടെ വീഡിയോ വൈറൽ ആവുകയുള്ളൂ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോക്കേസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്തും നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യൂവേഴ്സിന്റെ അടുത്തും ഒരുപോലെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഇതേ സെയിം കണ്ടന്റ് തന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിലൂടെ വ്യൂവേഴ്സ് കാണാനായിട്ട് ശ്രമിക്കും. നമ്മളെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന്റെ അടുത്ത് നിന്ന് അത് കാണാനായിട്ട് ശ്രമിക്കില്ല. അപ്പൊ ഈ ഒരു ബട്ടൺ നമ്മൾ ഓൺ ആക്കുന്നതിലൂടെ ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾ സെർച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിന്റെ അടുത്തും യൂട്യൂബ് നമ്മുടെ ഈ ഒരു വീഡിയോ പിന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിപ്പോ YT സ്റ്റുഡിയോയിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കുന്നതിനെ പറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ചെയ്തിട്ടുള്ള മറ്റു വലിയ യൂട്യൂബേഴ്സ് കാണും. അപ്പൊ അവരുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി വ്യൂവേഴ്സ് കാണും. അപ്പൊ അവരിത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയും കൂടെ അവരുടെ അടുത്തേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നിരവധി സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയും അതുവഴി നമ്മുടെ വ്യൂസ് കൂടുതൽ ആക്കി എടുക്കാനും കഴിയും.
നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള ഓപ്ഷനെ പറ്റിയൊന്നും അറിയില്ലായിരിക്കും. മാക്സിമം നമ്മളൊരു YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും. പല ആൾക്കാരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് നോക്കും, നമ്മുടെ വാച്ച് ടൈം എത്ര ആയെന്ന് നോക്കും, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ എത്ര വ്യൂസ് ആയെന്ന് നോക്കും. ഇല്ല മാക്സിമം പോയാൽ അനലിറ്റിക്സ് ഓരോ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അനലിറ്റിക്സിൽ ഓരോ കാര്യങ്ങൾ നോക്കും. ഇത്രയൊക്കെ തന്നെയായിരിക്കും നമ്മൾ പല ക്രിയേറ്റേഴ്സും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് സെറ്റിങ്സ് നമ്മൾ അതിലും ഓൺ ആക്കി ഇടേണ്ടത് ായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോം ടാബ് പേജിൽ തന്നെ താഴെയായിട്ട് മോർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഇനി എന്തൊക്കെ ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ കണ്ടന്റിന് താഴെയായിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീം. നമ്മുടെ ചാനലിൽ നമ്മുടെ പലരും വീഡിയോസും ഷോർട്സും ലൈവ് ഒക്കെ ചെയ്യുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ 3 സെറ്റിംഗ്സും ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓൺ ആക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസും ഷോർട്സും ലൈവ് സ്ട്രീമൊക്കെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ ഓൺ ആക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലർക്കും ഈ ഒരു സെറ്റിംഗ്സിനെയൊക്കെ പറ്റി അറിയാമെങ്കിലും നമുക്ക് ഇത്രയും വിശദമായിട്ടൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരാറുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് റീസെൻസി എന്ന ഓപ്ഷൻ നോക്കാം. അതിന് താഴെയായിട്ട് ഓൾ കണ്ടന്റ്, അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം യൂട്യൂബ് റെഗുലർലി അപ്ഡേറ്റ്സ് ദ ഫോർ യു സെക്ഷൻ വിത്ത് ഫ്രഷ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഷോർട്സും ഒക്കെ ആയിരിക്കും നമ്മുടെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അതല്ല, അതിന് താഴെയായിട്ട് റീസെന്റ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടന്റ് യു ഹാവ് പോസ്റ്റഡ് ഇൻ ലാസ്റ്റ് 12 months. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് 12 months നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസും ഷോർട്സും ഒക്കെ ആയിരിക്കും, നമ്മൾ ഇട്ട വീഡിയോസും ഷോർട്സും ഒക്കെ ആയിരിക്കും നമ്മുടെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഓൾ കണ്ടന്റ് എന്ന ഓപ്ഷനാണ്. അതിവിടെ ഓൺ ആക്കി കൊടുക്കാം. കാരണം നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നതിനനുസരിച്ച് നമ്മുടെ പഴയ വീഡിയോസും ഷോർട്സ് ഒക്കെ കൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും വ്യൂവേഴ്സിന്റെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യം ഓൾ കണ്ടന്റ് എന്ന ഓപ്ഷനാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പേജിന്റെ ഏറ്റവും താഴെയായിട്ട് യൂട്യൂബ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് the for you section only visible to your viewers when you have more than 10 uploads. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ 10ൽ കൂടുതൽ വീഡിയോസോ ഷോർട്സോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന വീഡിയോസും ഷോർട്സും കൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 10ൽ കൂടുതൽ വീഡിയോസോ ഷോർട്സോ ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങളെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഓണാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം റിപ്ലൈ തരും. ഈ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഓൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നല്ല നല്ല കണ്ടന്റുകൾ സെലക്ട് ചെയ്യുക, നന്നായിട്ട് ഷൂട്ട് ചെയ്യുക, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനയിൽ ഉപയോഗിക്കുക, അതുപോലെ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ടൈം കീപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നമുക്ക് റീച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.